ഓൾ അറൗണ്ട് ദ വേൾഡ് യങ്സ്റ്റേഴ്സ് ഇപ്പം ഓണ്ടർപ്രണേഴ്സായിട്ട് മുന്നോട്ട് വരുന്നത് വലിയ മാൻ പവർ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടോ അല്ല. ഇതേപോലെ AI ടൂൾസിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങളിൽ എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ദ ഡോർ ഈസ് വൈഡ് ഓപ്പൺ ആൻഡ് ഡെഫിനറ്റ്ലി പണ്ട് നമ്മൾ പറയുന്നത് സ്കൈ ഇസ് ദ ലിമിറ്റ്. ഇപ്പോൾ വി ക്യാൻ സേ സ്കൈ അല്ല ലിമിറ്റ്, ഇറ്റ്സ് മോർ ബിയോണ്ട് ദാറ്റ് എന്നുള്ളതാണ്. 12 വർഷത്തോളം ടെക് കൺസൾട്ടന്റായി പ്രവർത്തിച്ചു വരുന്ന ഏകദേശം 2000 സംരംഭകരെ ബിസിനസ്സിൽ വഴികാട്ടിയിട്ടുള്ള JCI നാഷണൽ ഇന്റർനാഷണൽ ട്രെയിനറും അതുപോലെ തന്നെ സ്കിൽ കോസ്റ്റ് 360ന്റെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള മിസ്റ്റർ രാകേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പല കാര്യങ്ങൾ പലതരത്തിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു സജഷൻ എന്തായിരിക്കും? അതായത് ഞാൻ 2013 മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ്. ആ സമയത്ത് മുതലേ നമ്മൾക്ക് ഒരുപാട് ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പക്ഷെ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം എന്താ വെച്ചാൽ പല ആളുകളും ഉടനെ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ എല്ലാ മാസവും കറണ്ട് ബില്ല് അടയ്ക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് 20,000 25,000 രൂപ കൊടുത്ത് 15 പോസ്റ്റ് 20 പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ യു ഹാവ് ടു ക്രിയേറ്റ് ക്യാമ്പയിൻ. ഇന്നത്തെ കാലത്ത് ക്യാമ്പയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം അരുൺ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അരുൺ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ കുറേ ഫോട്ടോ എടുത്തിടുക അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിലല്ല കാര്യം. ആ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ക്യാമ്പയിൻ ഐഡിയാസ് വെച്ച് അത് ലീഡ് ജനറേഷൻ ആണെങ്കിൽ ലീഡ് ജനറേഷൻ, റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട്, എൻഗേജ്മെന്റും ആളുകളുടെ കമന്റ്സും ഇന്ററാക്ഷൻസും കൂട്ടാനാണെങ്കിൽ അത് വെച്ച് അങ്ങനെ ടാർഗറ്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ റിസൾട്ടിനാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ കുറേ റീച്ച് കിട്ടി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യം അതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ ക്യാമ്പയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റിസൾട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. സാർ, അപ്പോൾ അതുപോലെ തന്നെ ടെക്നോളജി വളർന്നു വരികയാണ്, ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് നമ്മുടെ ഫീൽഡിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ഫീൽഡിലുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം അരുണിനെ ഒരു ദിവസം അരുൺ ഇങ്ങനെ ഈ സ്റ്റുഡിയോയിലൂടെ നടന്നു പോകുമ്പോൾ അരുണിന്റെ പിന്നാലെ ചെറിയൊരു പൂച്ചക്കുട്ടി ഓടി വരികയാണെന്ന് വിചാരിക്കാം. അരുണിനെ കടിക്കാൻ വേണ്ടിയിട്ട് അരുൺ എന്താ ചെയ്യുക? ഓടി രക്ഷപ്പെടുമോ അതോ കാലൊക്കെ മാറ്റി കൊടുക്കുമോ? കാല് മാറ്റി കൊടുക്കും അല്ലേ, സ്വാഭാവികമായിട്ടും. അല്ലാണ്ട് അതിൽ ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് അരുൺ ഒരു ദിവസം ഇതിന്റെ പുറത്തുകൂടെ നടക്കുന്ന സമയത്ത് അരുണിന്റെ പിന്നാലെ ഒരു പട്ടിയാണ് ഓടുന്നത് വിചാരിക്കാം. അപ്പം നേരത്തെ പോലെ കാല് മാറ്റി കൊടുക്കുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പീഡ് കൂട്ടും, ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടും. ഇനിയൊക്കെ പോട്ടെ, അരുണിന്റെ പിന്നാലെ ഒരു പുലിയാണ് ഓടുന്നത് വിചാരിക്കുക. അരുണെ എന്ത് ചെയ്യും? ജീവനും കൊണ്ടോടും അല്ലേ? പല ആൾക്കാരും പറയും അതായത് ഞാൻ ഓടിയിട്ട് കാര്യമില്ല എന്നൊക്കെ, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ജീവനും കൊണ്ടോടും. അപ്പോൾ ഏറ്റവും ടോപ്പ് സ്പീഡിലായിരിക്കും അരുൺ ഓടുന്നത്. ടെക്നോളജി യൂസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിന്റെ സ്പീഡ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പണ്ട് അധികം ആളുകൾ ടെക്നോളജി യൂസ് ചെയ്യാതെ ഇപ്പോൾ പൂച്ചക്കുട്ടികളെ പോലെയായിരുന്നു. പിന്നെ ആളുകൾ കുറച്ചുകൂടി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മാറി. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പുലികളെ പോലെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അരുൺ ആകെ വ്യത്യാസം എന്താ ചെയ്തത്? അരുൺ ആകെ വ്യത്യാസം ചെയ്തത് അരുണിന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓണ്ടർപ്രണേഴ്സിനോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ എസ്പെഷ്യലി ഇൻ ദിസ് ഇറ ഓഫ് ടെക്നോളജി നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, കോമ്പറ്റീറ്റേഴ്സിനെ ഓവർകം അവരെ എന്താ പറയുക വെട്ടിക്കണമെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്പീഡ്. എന്തിൻ്റെ സ്പീഡാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ പ്രോസസ്സിൻ്റെയും ഓരോ ഡിസിഷൻസിൻ്റെയും സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. മാർക്കറ്റിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. ഈ മാർക്കറ്റിങ്ങിലൂടെ നമുക്കൊരു ലീഡ് കിട്ടി, അത് സെയിൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യണം. കസ്റ്റമറുടെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ശരിക്കും ടെക്നോളജി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് യൂസിങ് ടെക്നോളജി, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്പീഡിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാവരുടെയും സ്പീഡ് കൂടും. ആ സ്പീഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഐ ഓൾവേസ് സജസ്റ്റ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ, കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്പീഡ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ AI സാധ്യതകൾ ഈ എന്റർപ്രണേഴ്സിന് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ഓണ്ടർപ്രണേഴ്സ് ഈ വളരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു കാണുമ്പോൾ തന്നെ അതൊരു കൗതുകത്തിൽ ആളുകൾ അധികം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ തന്നെ ചെറിയ കുട്ടിയുടെ രൂപം, നമ്മുടെ വയസ്സായിട്ടുള്ള രൂപം, അല്ലെങ്കിൽ അങ്ങനെ രസകരമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു ഓണ്ടർപ്രണർ യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും അത്തരത്തിലുള്ള AI ടൂൾസ് അല്ല. ഓണ്ടർപ്രണർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മാർക്കറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ടൂൾസ് യൂസ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ChatGPT യൂസ് ചെയ്തിട്ട് പോലും ഇപ്പം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് ആളുകളെ പിടിക്കാനും കസ്റ്റമേഴ്സിനെ ഗ്രാബ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഹുക്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ടെക്നോളജി ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ ടൂള് വീഡിയോ ഉണ്ടാക്കുക, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഫൺ എലമെന്റ്സ് എന്നുള്ളതിനേക്കാൾ മാറ്റിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ്, ഈവൻ ChatGPTയോ Geminiയോ ഏതാണോ നിങ്ങൾ സിമ്പിളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൂള്, അത് തന്നെ മര്യാദയ്ക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ എപ്പോഴും പറയാറ് എന്താ വെച്ചാൽ, ഓൺടർപ്രണേഴ്സിന് വേണ്ടത് AI ടൂൾസിൽ ഒരുപാട് ടൂൾസ് പഠിക്കുക അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ശരിയാണ്, അതായത് നമ്മൾ അങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ നമ്മളൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ ആളുകൾക്ക് ഒരു കൗതുകം അതിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റിങ്ങിന് എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെയിൽസിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് AI യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐ ഓൾവേസ് സജസ്റ്റ് ഡാറ്റ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനും ആ ഡാറ്റ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യാനും പറയുന്ന രീതിയിലുള്ള AI ടൂൾസാണ് അധികം പേരും യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇറ്റ്സ് ക്രൗഡഡ്, ഒരുപാട് ആൾക്കാർ AI എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താണ് സ്പെസിഫിക് ആയിട്ട് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ചെയ്യലാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഒരുപാട് ക്ലയൻസുമായിട്ട് സാറ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ക്ലയൻറ്റിന് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്ലയൻറ്റിന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം പറയാൻ സാധിക്കും? അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ക്ലയൻ്റ് ഉണ്ട്. ഈ ക്ലയൻ്റ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ അവർ ആളുകൾ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മാസ്കോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അവരുടെ പ്രൊമോഷൻസ് ചെയ്യുന്നതൊക്കെ ഈ മാസ്കോട്ടാണ്. അപ്പോൾ അത് AI ആണ് എന്നുള്ള ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും, അതൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിൽ ഏറ്റവും രസകരമായ സംഭവം, ഇത് പറയുന്ന കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും റിഫൈൻ ചെയ്യുന്നതും എക്സലന്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഏത് രീതിയിൽ ചോദ്യം ചോദിക്കണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ChatGPTയോ എല്ലാ കാര്യവും നമുക്ക് ഇങ്ങോട്ട് ഉത്തരം ക്ലിയർ ആയിട്ട് തരും. അങ്ങനെ വ്യക്തമായിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ അവർക്ക് കൃത്യമായിട്ട് എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണം എന്ന് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെ ഒരു മാസ്കോട്ടിനെ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു വിത്തിൻ വൺ മന്ത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഉള്ള എൻഗേജ്മെന്റ് ഗംഭീരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിന് ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതായത് ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കലാണെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്യലാണെങ്കിലും അങ്ങനത്തെ കോൾ ടു ആക്ഷൻസ് വെച്ചിട്ടാണ് അധികം നമ്മൾ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ AI ടൂൾസിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സാധ്യതയെ വേണ്ടിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സാറിനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം പെട്ടെന്ന് ടെക്നോളജിയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമായിരിക്കും അവർ കൊണ്ടുവരേണ്ടത്? ഫസ്റ്റ് തിങ്, പഠിക്കുക എന്നുള്ളതാണ്. ഇഫ് യു ആർ സ്റ്റോപ്പ് ലേണിംഗ്, യു ഹാവ് ടു സ്റ്റോപ്പ് ലീഡിങ്. നിങ്ങളൊരു ഓണ്ടർപ്രണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കണമെന്നെങ്കിൽ ലേണിംഗ് നിർബന്ധമാണ്. ഇപ്പം AI കോഴ്സുകളാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഈ തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ഇപ്പം മാർക്കറ്റിങ്ങിന് ഇപ്പം ഞാൻ പറയുന്ന ഒരു ആക്ഷൻ പോയിന്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യാം. അതായത് എനിക്കൊരു 10 ലീഡ് അല്ലെങ്കിൽ എനിക്കൊരു 100 ലീഡ് ജനറേറ്റ് ചെയ്യണം. എൻ്റെ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ എനിക്ക് ഇത്ര പ്രൊഡക്റ്റ് സെല് ചെയ്യണം. അങ്ങനെ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് എവറി ടൈം വി വിൽ ഹാവ് സം റീസൺസ് ടു ക്രിയേറ്റ് എ ക്യാമ്പയിൻ. ഇനി വരാൻ പോകുന്നൊരു സീസൺ ഏതാണെങ്കിലും അതിനൊരു ക്യാമ്പയിൻ വെച്ച് പേര് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കേണ്ട ആക്ഷൻ അതാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങളുടെ ബിസിനസ് വലുതാണോ ചെറുതാണോ, വലിയ ടീമാണോ ചെറിയ ടീമാണോ, പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ, ഡസന്റ് മാറ്റർ. ഏത് ബിസിനസ്സിനാണ് അത്തരത്തിലുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തു നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. അത് മുന്നോട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇപ്പൊ സാറിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് ആയിട്ട് വന്ന ആളുകളുണ്ട്, ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ തന്നെയും ഈ ഒരു AI സാധ്യതകൾ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമാണിത്. അപ്പോൾ അവർക്ക് സാറ് കൊടുക്കാൻ പോകുന്നൊരു അഡ്വൈസ് എന്തായിരിക്കും? ഇത് വളരെ രസകരമായൊരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ കസിൻ ബ്രദർ ഇന്നലെ റീസെൻ്റ്ലി ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവന് ബൈജൂസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ ബൈജൂസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഏകദേശം 6 മാസമുള്ളൊരു ഡാറ്റ അനലിറ്റിക്സ് ഒരു കോഴ്സ് ചെയ്തു. ഈ ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ് ചെയ്തു. അതിൽ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ 6 മാസം കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഇവനൊരു ജോലിക്ക് വേണ്ടി നോക്കുന്ന സമയത്തേക്ക് ഒരൊറ്റ സെൻറ്റൻസ് പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ 6 മാസം പഠിച്ച പല കാര്യങ്ങളും സിമ്പിളായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തരുന്ന AI ടൂൾസ് അവൈലബിൾ ആണ്.
അപ്പോൾ അതായത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞ് ഒരു ലോങ് ടേം കോഴ്സിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും പോവാതെ AI എപ്പോഴും, അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ലേണിംഗ് സാധിക്കും, ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. സെൽഫ് ലേണിംഗ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പോലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഐ ഓൾവേസ് സേ, അപ്പം അങ്ങനത്തെ ഒരു കോഴ്സോ കാര്യങ്ങളോ അല്ലാതെ സെൽഫ് ലേണിങ്ങിലൂടെ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അരുണിനെ സംബന്ധിച്ചിടത്തോളം, അരുൺ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ AI ടൂൾസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു സ്റ്റാഫ് പോലും ഇല്ലാണ്ട് യു ക്യാൻ റൈറ്റ് നൗ ഡു ദാറ്റ്. അപ്പോൾ ഓൾ അറൗണ്ട് ദ വേൾഡ് യങ്സ്റ്റേഴ്സ് ഇപ്പം ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് മുന്നോട്ട് വരുന്നത് വലിയ മാൻ പവർ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടോ അല്ല. ഇതേപോലെ AI ടൂൾസിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് ഏതെങ്കിലും 1-2 സാധനങ്ങളിൽ എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ദ ഡോർ ഇസ് വൈഡ് ഓപ്പൺ. ആൻഡ് ഡെഫിനറ്റ്ലി പണ്ട് നമ്മൾ പറയുന്നത് സ്കൈ ഇസ് ദ ലിമിറ്റ്. ഇപ്പോൾ വി ക്യാൻ സേ സ്കൈ അല്ല ലിമിറ്റ്, ഇറ്റ്സ് മോർ ബിയോണ്ട് ദാറ്റ് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാലോ സാറേ, ഇപ്പോൾ ഒരുപാട് ആളുകൾ പലതരത്തിൽ ഇപ്പോൾ 20 വർഷമായാലും 30 വർഷമായാലും എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. ബിസിനസ് ആണെങ്കിലും അവരൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിലും. പക്ഷെ ഈ ഒരു കാലത്ത് കുട്ടികൾ അല്ലെ സ്റ്റുഡൻസ് ചുരുങ്ങിയ കാലം കൊണ്ട്, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ 6 മാസം കൊണ്ടൊക്കെ പല കോഴ്സുകൾ പഠിച്ചിട്ട് ആ ഒരു കാര്യം, ആ ഒരു സ്ട്രാറ്റജി അവർ ഇപ്പം AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത, ആ ഒരു എക്സ്പീരിയൻസും ഇന്നത്തെ കാലത്തൊരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ബിസിനസ്സും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതിനെങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? ഡെഫിനറ്റ്ലി. ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിൽ ഏറ്റവും ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഡിസിപ്ലിനാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന് ഉണ്ടാവുന്നത് ഡിസിപ്ലിനാണ്. ബിക്കോസ് അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പോൾ അരുൺ പറഞ്ഞ കറക്റ്റാണ്, ഇപ്പോൾ ടെക്നോളജി ആണെങ്കിലും പുതിയ ഐഡിയാസ് ആണെങ്കിലും ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാവും. ആ ഡിസിപ്ലിൻ അവരെ എപ്പോഴും മുന്നോട്ട് ത്രൈവ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ നേരെ ഫ്രണ്ടിൽ ഇപ്പോൾ അപ്പ് ഫ്രണ്ട് ആയിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ എക്സ്പീരിയൻസ് അവർക്ക് ലാക്കിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ആളുകളെ ഹയർ ചെയ്യുന്നതാണ് കാണുന്നത്, റൈറ്റ്? അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഓരോ ഓണ്ടർപ്രണർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായ ആളുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് അയാൾ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് ഇയാളുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ഒരു ഡിസിപ്ലിനും കൂടി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും, അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അച്ചടക്കം എന്നുള്ളത് സ്വഭാവത്തിന്റെ അച്ചടക്കമാവാം, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള അച്ചടക്കമാവാം, ആളുകളോട് സംസാരിക്കുന്നതിലുള്ള കാര്യത്തിലുള്ള അച്ചടക്കമാവാം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതിലുള്ള അച്ചടക്കമാവാം. ഇതൊന്നും ഡയറക്റ്റ് ടെക്നോളജിയിൽ നിന്നും ഒരാൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അങ്ങനെ ഗെയിൻ ചെയ്യാൻ അത് ആവശ്യമാണ്. അത് ഒരു ഹ്യൂമൻ പഠിക്കേണ്ട ചില സോഫ്റ്റ് സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു പുതിയ ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ എക്സ്പീരിയൻസ് മാറ്റർ, ടെക്നോളജി ഓൾസോ മാറ്റർ.